യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സൂര്യ വാ. സൂര്യ അവിടെ ഇരിക്കെ. ഇതൊക്കെ ചില ആചാര മര്യാദകളാ. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ദമ്പതികൾക്ക് ആദ്യം മധുരം നൽകണമെന്ന് ഒരു ആചാരമുണ്ട്. ആന്റി, ദേ ഈ പാൽ ഇവർക്കെടുത്ത് കൊടുത്തേ. കൊടുക്ക ആന്റി. എനിക്ക് ഈ ആചാരങ്ങളിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. ആന്റി, ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇതവർക്ക് കൊടുത്തേ. വാലിനേക്കാൾ വില തിലക്ക് തന്നെയാ. ഞാൻ കൊടുത്തോളാം. സൂര്യ, മോളെ സൂര്യ, പകുതി കഴിച്ചിട്ട് ബാക്കി മോക്ക് കൊടുക്ക. കഴിക്കുമോളെ. സൂര്യ, ഇനി ഭാവനയും കൊണ്ട് മുകളിലേക്ക് പൊയ്ക്കോ. ചെല്ലുമോനെ, അങ്ങോട്ട് വെച്ചോളൂ. ഭാവന, ഇവിടെ നടന്നതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. പെട്ടെന്നുള്ള ദേഷ്യത്തിലാ ആന്റി ഇങ്ങനെയൊക്കെ കാണിച്ചത്. എല്ലാം ശരിയാവും. മനസ്സ്, താങ്ക്സ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് തന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിലേക്ക് എന്തിനാ താങ്ക്സ് പറയുന്നത് സൂര്യ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. ഒരു പക്ഷേ ഇതിന്റെ പേരിലും ഇന്ന് തന്നെ ആന്റി എന്നെ ഇവിടുന്ന് കെട്ടിക്കാനും ചാൻസ് ഉണ്ട്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. എന്തായാലും ഞാൻ ആന്റി ഒന്ന് സോപ്പിട്ട് നോക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കും. പിന്നെ എന്താവശ്യം ഉണ്ടായാലും പറയണം. ശരി. ഭാവന, നിനക്ക് എന്നോട് ദേഷ്യമാണോ സഹതാപമാണോ സ്നേഹമാണോന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും ഞാനത് ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം ഇവിടെ ഇപ്പോ ഞാൻ തന്റെ സുരക്ഷിതത്വം മാത്രമേ നോക്കുന്നുള്ളൂ. സൂര്യ, എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാനും എന്നെ കൊല്ലാനും വരെ കൂട്ടുനിന്ന സൂര്യയുടെ അമ്മയുടെ അടുത്തേക്കാ സൂര്യ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നീ എനിക്ക് എത്ര സുരക്ഷ ഒരുക്കിയാലും എന്നെ അപായപ്പെടുത്താൻ ആന്റിക്ക് പറ്റും. ഭാവന, എന്റെ അമ്മയാണ് നിന്റെ ജീവിതം നശിപ്പിക്കാനും നിന്നെ കൊല്ലാനും കൂട്ടുവെന്ന് വൈകിയാണെങ്കിലും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാ നിന്നെ താലി കെട്ടി
ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. നിന്നെ അമ്മ ഇനി എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്നറിയണം. നമുക്ക് പരസ്പരം അറിയില്ലെങ്കിലും എൻ്റെ അമ്മയാണ് നിന്റെ പ്രധാന ശത്രുവെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഭാവന, കഴിഞ്ഞതൊക്കെ നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഇപ്പം ഞാനിങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇനിയും പലതും സംഭവിക്കും. ഇനി മുതൽ തനിക്ക് വേണ്ടിയായിരിക്കും ഞാൻ ജീവിക്കാൻ പോകുന്നത്. എൻ്റെ പ്രണയം സത്യമായതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം തിരിച്ചു തന്നത്. നോക്കിക്കോ ഭാവന, തന്നെ ഞാൻ പഴയതിലും ആരോഗ്യവതിയായി തന്നെ തിരിച്ചു കൊണ്ടുവരും. അതിനി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. ഒരു പക്ഷേ ഈ മനുഷ്യായുസ് മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ കാത്തിരിക്കും. എനിക്കറിയാം സൂര്യ, നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഇങ്ങനെയൊന്നും ചിന്തിക്കാനാവില്ല. നിന്നെ എനിക്ക് തന്ന ദൈവത്തിനോട് ഞാൻ എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരില്ല. നമ്മുടെയൊക്കെ വാശിയും തീരുമാനങ്ങളും ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യായി. നമ്മുടെ കല്യാണത്തിന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് 4 വർഷമായിരുന്നു. ഒരുപക്ഷെ ദൈവത്തിനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നിന്നെ ഇനിയും വിഷമിപ്പിക്കാൻ ദൈവം തയ്യാറല്ല. അതുകൊണ്ടാ 4 മാസം പോലും ആവുന്നതിന് മുമ്പ് നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. തനിക്ക് എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ കൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കിപ്പോൾ തരാൻ പറ്റൂ. ഇല്ല സൂര്യ, ഭാവനയ്ക്ക് വേണ്ടി നീ ഇനി എത്രയൊക്കെ കാവലിരുന്നാലും നിന്റെ അമ്മയിൽ നിന്ന് ഭാവനയെ രക്ഷിക്കാൻ നിനക്കാവില്ല.